ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ പെരുന്നാളിന്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ പെരുന്നാൾ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ. അപ്പൊ ഞാനിതാ ഒന്ന് നേരത്തെ തന്നെ അടുക്കളയ്ക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി ആദ്യം തന്നെ കട്ടൻ ചായ കുടിക്കാം കേട്ടോ, ഒരു എനർജി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് മജ്ബൂസ് ആണ് കേട്ടോ. അപ്പൊ ആ മജ്ബൂസിലേക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടി ഇതാ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ കുറച്ച് സുറുക്കി ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ സുറുക്കി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും കേട്ടോ. ഞാൻ അത് വലിയ പീസായിട്ടോ എടുത്തിട്ടുള്ളത്. ഒരു ചിക്കൻ ആയിട്ട് 3 പീസാക്കി കണ്ടോ. അപ്പൊ ഇതിനെ നന്നായിട്ട് വരഞ്ഞു കൊടുക്കാണ്ടോ, ഇതിൽ മസാല ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അത് മജ്ബൂസിന്റെ മസാലയിൽ ഞാൻ നന്നായി വേവിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മസാല കൂട്ടുന്നത്. പിന്നെ ഞാൻ ഒരു 4, 5, 6 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ തക്കാളി ചെറുതായതുകൊണ്ടാണ് കേട്ടോ 6 എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഒരു 3 ഒക്കെ മതി. അപ്പൊ ഞാനിതിനെ നന്നായിട്ട് ബോയിൽ ചെയ്ത് എടുക്കാം കേട്ടോ. എന്നിട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് പിന്നെ അടിച്ചെടുക്കാനാണ്. അപ്പൊ ഞാനിന്ന് ഉണ്ടാക്കുന്നത് മജ്ബൂസ് നമ്മുടെ ബിരിയാണി പോട്ടിലാണ് കേട്ടോ. ബിരിയാണി പോട്ട് ആദ്യമായിട്ടാണ് എടുക്കുന്നത്. ഇനി ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ ഇത് അരി വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. അത് ബസ്മതി റൈസ് ആണ്. ഇത് ഞാൻ യെല്ലോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്, വൈറ്റ് അല്ല കേട്ടോ. അപ്പൊ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ ഒരു 3/4 മണിക്കൂർ ഇട്ട് കുതിർത്തി വെക്കുന്നുണ്ട്. അപ്പൊ നന്നായി കഴുകിയതിന് ശേഷം കേട്ടോ അത് കുതിർക്കാൻ വെക്കണത്. മോട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ വിളിക്കണം എന്നേന്ന്. അപ്പോഴൊന്ന് വിളിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പെരുന്നാള് അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. എവിടെ മൈലാഞ്ചൊക്കെ? നോക്കട്ടെ. പോട്ടൊന്നുമില്ല അല്ലേ? അങ്ങനെ ഓള് നീക്കണില്ല കേട്ടോ. ഓൾ അവിടെ തന്നെ കടന്നു കേട്ടോ. അപ്പൊ നീ ഓള് വരട്ടെ. അപ്പൊ ഞാൻ അടുക്കളയ്ക്ക് തന്നെ പോന്നിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് അരച്ചെടുക്കാണ് ചെയ്യുന്നത്. ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പൊ അത് നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ ബിരിയാണി പോട്ട് അടുപ്പത്ത് വെക്കാം കേട്ടോ. ഗ്യാസുമിലാണ് കേട്ടോ ഒന്ന് വെക്കുന്നത്. അതിലേക്ക് സാധനങ്ങൾ കേട്ടോ. മജ്ബൂസിക്ക് ഒരു ഉണക്കനാരങ്ങ എടുത്തിട്ടുണ്ട്, ബേ ലീഫ്, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, പിന്നെ കുരുമുളക് കിട്ടാം. പിന്നെ 2 മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ കിട്ടാൻ മതി കേട്ടോ. പിന്നെ മജ്ബൂസിന്റെ മസാല ഞാൻ അവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് മജ്ബൂസിലേക്ക് മസാല കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഇത്തിരി മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ ഇഞ്ചി ചതച്ചത്. ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടോ. പിന്നെ ഇതാ സുർക്കയാണ് വെച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ ബിരിയാണി പൊട്ടിട്ടോ, അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിൽ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ കുരുമുളക്, ഏലക്ക, പട്ട, ഗ്രാമ്പൂ, തക്കോലം, ഒരു ഉണക്ക നാരങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇട്ടതിന് ശേഷം ഞാൻ ഒരു 2 സവോള ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കാണ്. ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അതിൽ തന്നെ അതിന്റെ കൂടെ തന്നെ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇതായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സവോളി തന്നെ വയந்து വരാൻ വേണ്ടിയിട്ടാണ് ഇത്. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, മജ്ബൂസിന്റെ മസാലയാണ് കേട്ടോ. കുരുമുളക്, മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ട്. ഇതിലൂടെ തന്നെ ഞാനിത് അരച്ച് വെച്ച തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഇത്തിരി സുറുക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചിക്കന് തട്ട് കൊടുക്കാം കേട്ടോ. ഈ ചിക്കന് നമ്മുടെ ഈ മസാലയിൽ ഏകദേശം നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. ഇതിൽ തന്നെയാണ് ഞാൻ വേവിക്കണത് കേട്ടോ. പിന്നെ ഞാൻ ഇതിനെ ഏകദേശം നന്നായിട്ട് വെന്തതിന് ശേഷം ഇതിന് എടുത്ത് മാറ്റി കൊടുക്കണം കേട്ടോ. എനിക്ക് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന്റെ കൂടെ തന്നെയാണ് ഞാൻ ഈ മല്ലിയിലയും പുതിനയും ഇടുന്നത് കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ട് വേവിക്കാം കേട്ടോ ചെയ്യുന്നത്. ഇത് ഒരുപാട് പ്രാവശ്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഞാനിതിവിടെ കുറെ പാത്രങ്ങളൊക്കെ പരന്നിട്ടുണ്ട് കേട്ടോ. ഇനി ആ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാണ്. നമ്മളെ അടുക്കളയിൽ ഇങ്ങനെയാണല്ലോ, പെരുന്നാളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും പാത്രങ്ങളൊക്കെ നന്നായിട്ട് പരക്കും. ഇതിന് ഞാൻ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് കൊടുക്കണ്ടോ. ഇത് വലിയ പീസായതുകൊണ്ട് എനിക്കിത് നന്നായി ഇതിൽ തന്നെ വെന്ത് കിട്ടണം. ഈ മസാലയിൽ തന്നെ വെന്ത് കിട്ടണം കേട്ടോ. അപ്പൊ എല്ലാവരുടെ പെരുന്നാൾ വിശേഷമൊക്കെ ഒന്ന് ഞങ്ങളോട് പറയാം കേട്ടോ. അപ്പൊ മോട്ടിയുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഓൾ ഇവിടെ നല്ല ഒരുക്കത്തിലാണ് കേട്ടോ. ഓൾ നന്നായി ഒരുങ്ങിയിട്ടൊക്കെ ഉണ്ട്.
പിന്നെ നമ്മുടെ ചിക്കനൊക്കെ ഇതാ ഏകദേശം നല്ല വേവായിട്ട് കേട്ടോ. അപ്പൊ ഞാനൊരു പോർക്ക് വെച്ചിട്ട് കുത്തി നോക്കാം കേട്ടോ വെന്തോന്ന്. അപ്പൊ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ ഇനി ഇതൊരു പ്ലേറ്റിക്ക് മാറ്റി കൊടുക്കാണ്. പിന്നെ ഇതിൽ ഞാൻ ഇവിടെ തിളച്ച വെള്ളം ഇവിടെ ഈസി കുക്കിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ തിളച്ച വെള്ളത്തിലാണ് നമ്മുടെ മജ്ബൂസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ചിക്കനിൽ നമുക്ക് കുറച്ചും കൂടി മസാല കൂട്ടട്ടോ. അത് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കൂട്ടിയാൽ മതി, ആവശ്യമില്ലാത്തവർക്ക് കൂട്ടൊന്നും വേണ്ട കേട്ടോ. അപ്പൊ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ തന്നെ അരി ഇട്ട് കൊടുക്കാം. അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഇതാ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കണ്ടോ. ഇത് നിങ്ങൾക്കൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ എനിക്ക് ആവശ്യമുണ്ട്, മാഗി ക്യൂബ് ഇടുന്നത് ഇഷ്ടമാണ്. അങ്ങനെ ചോറ് കടച്ച് വെച്ചിട്ടോ. ഇനി ബാക്കിയുള്ള പണികളൊക്കെയാണ്. അപ്പൊ അത് നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ചോറ് റെഡിയാകുക, നമ്മുടെ ഈ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുക, അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഇപ്രാവശ്യത്തെ പെരുന്നാളിന്റെ വിശേഷം. ചോറ് ഞാൻ ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ചോറൊക്കെ അത് അടുപ്പിലുണ്ട്. നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞു, നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളിത് അടുക്കളയ്ക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അതാ മജ്ബൂസ് ഉണ്ടാക്കാൻ പെട്ടെന്ന് മജ്ബൂസ് ഉണ്ടാക്കാൻ കഴിയും കേട്ടോ നമുക്ക്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ വീടൊക്കെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ. ഇനി നമുക്ക് കുറച്ച് പണികളൊക്കെ ഉള്ളൂ. മോട്ടി അങ്ങോട്ടൊന്ന് പോവാ ഇങ്ങോട്ടൊന്ന് പോവാ, അതൊക്കെയാണ് കേട്ടോ ഓളുടെ ഇന്നത്തെ വിശേഷങ്ങള്. ഇത് നമ്മൾ കുളിക്കണീന്റെ മുന്നേ ചോറൊന്ന് ഇളക്കി നോക്കിയതാണ് കേട്ടോ. പിന്നെ ഇതിലെ മസാലയാണ് കേട്ടോ. അത് ഒരിത്തിരി മസാല, ഒരിത്തിരി മുളക് പൊടി, കുരുമുളക് പൊടി, നമ്മുടെ ഫുഡ് കളറാണ് കേട്ടോ. ഒരു ഇത്തിരി നാരങ്ങാനീരും ഒഴിച്ചിട്ട് നാരങ്ങാനീര് പിഴിഞ്ഞെടുക്കട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയാൽ മതി, അല്ല ഇത് നമ്മുടെ അങ്ങനെ തന്നെ പൊരിച്ചെടുക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് കളറൊക്കെ ഒന്ന് കിട്ടണമെങ്കിൽ ഒരിത്തിരി ഇങ്ങനെ മസാല കൂട്ടി നമ്മളൊന്ന് പൊരിച്ചെടുക്കുമ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടും കേട്ടോ. ഒരിത്തിരിയും കൂടി സുറുക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളുടെ ചിക്കനിൽ ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാട്ടോ ചെയ്യണത്. ഇത് ഈ മസാല കൂട്ടിയില്ലെങ്കിലും നമ്മൾ ഈ ചിക്കൻ നല്ല ടേസ്റ്റ് ആണോ നമ്മളൊന്ന് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ. പിന്നെ ഇതിങ്ങനെ നമ്മൾക്ക് ഒരു കളറൊക്കെ ഉണ്ടാവും, ഒരു പ്രത്യേക കളറും. പിന്നെ നമ്മുടെ അൽഫാമിന്റെ ഒരു ടേസ്റ്റിക്കൊക്കെ വരും കേട്ടോ നമ്മളിങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ. നന്നായി മസാലയൊക്കെ പിടിക്കാൻ ഒരു 5 മിനിറ്റ് കൊള്ളിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ സൺഫ്ലവർ ഓയിലിനെ കേട്ടോ ഞാനിത് പൊരിച്ചെടുക്കുന്നത്. ഇത് നന്നായിട്ട് എണ്ണയൊന്നും ഒഴിച്ച് പൊരിക്കണില്ല കേട്ടോ. ഒരിത്തിരി എണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണ്ടോ. അത് കാരണം നമ്മൾ ചിക്കൻ നന്നായിട്ട് വെന്തതാണ് കേട്ടോ. അത് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചിക്കൻ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. നമ്മള് മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ഒരു ചിക്കൻ്റെ ടേസ്റ്റാണ് കേട്ടോ കിട്ടുക. അപ്പൊ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇങ്ങനത്തെ ഈ മജ്ബൂസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കാതെ വലിയ കഷ്ണമാക്കിയിട്ട് ഇങ്ങനെ വേവിച്ചെടുത്ത് നമ്മൾ എണ്ണയിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ചിക്കൻ കഴിക്കട്ടോ. നല്ല സോഫ്റ്റ് ആയ ചിക്കൻ തന്നെ കഴിക്കാൻ കഴിയും കേട്ടോ നമുക്ക്. അപ്പൊ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പൊ ഈ നമ്മളുടെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മള് കുളിയും നിസ്കാരമൊക്കെ നമ്മൾ ഫുഡൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാ ചിക്കനും കൂടി ഞാൻ ഒരു പാത്രത്തിലിട്ട് ഒന്നും കൂടി സോഫ്റ്റ് ആക്കി എടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ഇനി ഇത് വേണമെങ്കിൽ ഇതിന്റെ ഒരു ചാർക്കോൾ കത്തിച്ചിട്ട് നമുക്ക് ഇത് ചോറിന്റെ മുകളിലേക്ക് വെക്കേ അല്ലെങ്കിൽ ചിക്കനിൽ വെക്കേ ചെയ്യട്ടോ. എന്നാൽ നമുക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കിട്ടുക. നമ്മളെ മന്തിയുടെ ഒക്കെ ഏകദേശമായിട്ട് അൽഫാമിന്റെ ഒക്കെ ഏകദേശമായിട്ട് നമുക്കുള്ള ആ ചിക്കന്റെ ടേസ്റ്റ് കിട്ടും കേട്ടോ. നമുക്കിവിടെ ആവശ്യമില്ല കേട്ടോ, അതിന്റെ ഒരു സ്മെല്ല് നമുക്ക് ആവശ്യമില്ല കേട്ടോ. പിന്നെ അവിടെ ഹസ്ബൻഡ് കുക്കുമ്പറും പിന്നെ ക്യാപ്സിക്കനൊക്കെ അരിയുണ്ട് കേട്ടോ, വലിയ ഉള്ളിയൊക്കെ അരിയുണ്ട്. സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് അരിയണത്. അപ്പൊ ഇതിന് ഞാൻ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചിക്കാം കേട്ടോ. എന്റെ പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മളെ കുറെ പണികളുണ്ടല്ലോ, നമ്മളതായ കുറെ പണികൾ, കുളി നിസ്കാരം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചതായിരുന്നു കേട്ടോ.
അപ്പൊ മോൾട്ടി ഉണ്ട് കേട്ടോ ഇവിടെ. മോൾട്ടി എന്തൊക്കെ പരിപാടിയിൽ ഇവിടെ ഒന്നും കാണില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ സാലഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ. തൈര് ഒഴിച്ച് കൊടുക്കാനുള്ളൂ, പച്ചമുളക് ഒക്കെ ഇട്ട് നല്ല സൂപ്പർ ഒരു സാലഡ് ആട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പെരുന്നാൾ ഇങ്ങനത്തെയൊക്കെയാണ് കേട്ടോ. അപ്പൊ എനിക്ക് കുറച്ച് ചോലിക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് ഇടാനുണ്ട്. അപ്പൊ ഞാൻ എണ്ണ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിടാൻ കേട്ടോ ചീനെ. ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ നമ്മളെ ചോറ് കഴിക്കാൻ. ആ മധുരവും ഈ മജ്ബൂസിൽ നമ്മൾ ആ എരിയും പിന്നെ തക്കാളിയും ആ എല്ലാതിൻ്റെയും പുളിയൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ ചോറിൽ. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരി ഇങ്ങനെ കടിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഞാനിതിന്ന് ചിക്കനൊക്കെ മാറ്റിയിട്ടുണ്ട്. അതിന്റെ മുകളിൽ തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ല ടേസ്റ്റ് ഇട്ടോ. നമുക്ക് ഇങ്ങനെ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിൽ കടിക്കുമ്പോൾ നമ്മുടെ ചോറിന് നല്ല പുളിയും എരിയൊക്കെ ഉണ്ടല്ലോ, അതിന്റെ കൂടെ ഒരു മധുരവും വരുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ അതവിടെ ഇലയൊക്കെ വെട്ടിക്കൊടുന്ന് ഹസ്ബൻഡിനെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറും പാത്രം കൊടുന്ന് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ സവനപ്പാട്ടോ എത്തിയിട്ടുള്ളത്. നമ്മളെ ചിക്കൻ പൊരിച്ചതൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഇത് ഇങ്ങനെ കഴിക്കാന്. അപ്പൊ മോൾട്ടിക്കുള്ള ചോറ് വിളമ്പി കൊടുക്കാൻ കേട്ടോ ഞാന്. അപ്പൊ നമ്മൾ ഇനി ഭക്ഷണം കഴിക്കേണ്ട പരിപാടിയിലാണ് കേട്ടോ. ഞങ്ങൾ 3 ആൾ തന്നെ ഉള്ളൂ. ഇനി ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾക്ക് എവിടേക്കൊക്കെ പോകണ്ടേ എവിടേക്കൊക്കെ പോകാനുള്ളത് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാനും ചിക്കനൊക്കെ റെഡിയാക്കി, ചോറൊക്കെ റെഡിയാക്കി, സാലഡും ഒക്കെ ഉഷാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് വെള്ളം എടുക്കണം. അത് ഞാനിതാ ഗ്ലാസ് ഡൈനിങ് ഹാളിൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഷോക്കേസിൽ വെച്ച ഗ്ലാസ്സുകളൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ ഞങ്ങളിതാ ഭക്ഷണം കഴിക്കണം. അപ്പൊ എല്ലാവരുടെ പെരുന്നാളൊക്കെ നല്ല ഉഷാറല്ലേന്നോ? ഞങ്ങൾക്കൊരു കമന്റ് ചെയ്യട്ടോ നിങ്ങള്. അപ്പം ഭക്ഷണമൊക്കെ നല്ല അടിപൊളി സൂപ്പർ ആയിരുന്നു കേട്ടോ. അപ്പൊ ഹസ്ബൻഡ് ഇതാ ചോറിനാൻ്റെ ഒരുക്കത്തിലാണ് കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ സവനപ്പുമൊക്കെ കേട്ടോ ഞങ്ങൾ എത്തിയിട്ടുള്ളത്. പിന്നെ നമ്മൾ പെരുന്നാളിന് അങ്ങനെ രാവിലെ ഇവിടെ ഫുഡൊന്നും അങ്ങനെ കൂടുതൽ ഉണ്ടാക്കൂല കേട്ടോ. പിന്നെ നമ്മൾ 10 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ചോറും എല്ലാം റെഡി ആവുമല്ലോ, പിന്നെ അങ്ങനെ കഴിക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. നമ്മളിതാ തറവാട്ട് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ തറവാട്ട് വീട്ടിലത്തെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ തറവാട്ട് വീട്ടിലേക്ക് ഇതാ പോവാണ്, ഞാനും മോളും ഉപ്പിയും. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം. അപ്പൊ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. അപ്പൊ നമ്മളിവിടെ